Hey guys, Assalamualaikum, welcome back. എന്തെല്ലാന്ന് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നത്. ഇന്ന് കുറച്ച് ഗ്രോസറി വാങ്ങുമ്പോൾ അങ്ങനെ കുറച്ച് പച്ചക്കറിയെല്ലാം മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഫ്രിഡ്ജെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് അതെല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ച്. ഫ്രിഡ്ജ് നമ്മൾ ഇതുപോലെ മാസത്തിൽ ഇതുപോലെ സാധനം വാങ്ങുന്ന ആ ടൈമിലാണ് നമ്മൾ ഫ്രിഡ്ജും ക്ലീൻ ചെയ്ത് വെക്കുക. അപ്പം നല്ലോണം തന്നെ കച്ചറയായിട്ടുണ്ട്, നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ഒന്ന് മാറ്റി വെച്ചിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. നമ്മളിവിടെ സാധനം വാങ്ങുന്ന ദിവസമില്ലേ, നമ്മൾ കുറച്ച് അധികം തക്കാളിയും കുറച്ചധികം തന്നെ ഉള്ളിയെല്ലാം മേടിച്ച് വെക്കും. പിന്നെ അതുപോലെ അങ്ങനെ പച്ചക്കറിയെല്ലാം പിന്നെ ഓരോ ദിവസം വേണ്ടുന്നത് അങ്ങനെ ഉപ്പ വരുമ്പം കൊണ്ടു തരുക ചെയ്യൽ. അപ്പോൾ അങ്ങനെ അത് എന്താണ് ഇതെല്ലാം ഒന്ന് എടുത്തൊന്ന് നല്ലോണം ഒന്ന് വൃത്തിയാക്കാനുണ്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ അകത്തെല്ലാം നല്ലോണം കച്ചറയായിട്ടുണ്ട്. നമ്മളിപ്പോൾ അരിയെല്ലാം അരച്ച് വെച്ചിട്ട് ബാക്കിയെല്ലാം ഉണ്ടാവില്ല, അരി അരച്ചതിൻ്റെ ബാക്കിയെല്ലാം, അപ്പോൾ അതെല്ലാം ഇതിൽ മറിഞ്ഞിട്ടെല്ലാം ഉണ്ട്. അങ്ങനെ ഈ ഒരു കവറെല്ലാം ഒന്നെടുത്തിട്ട് നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് വെക്കട്ടെ. അപ്പം നമ്മളിതുപോലെ സാധനമെല്ലാം ഇതുപോലെ കവറിൽ കെട്ടിയിട്ട് എയർ കിടക്കാണ്ട്, ഉള്ളിലേക്ക് എയർ കിടക്കാണ്ട് അങ്ങനെ ടൈറ്റാക്കി കെട്ടി വെക്കുകയാണ് ചെയ്യൽ. ഇനിയിപ്പോൾ ഇതാ നമ്മളെ ലിക്വിഡെല്ലാം വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഉരച്ചൊന്ന് കഴുകട്ടെ. ഞാനിപ്പം വീഡിയോസെല്ലാം ചെയ്തിട്ട് കുറേ ദിവസമായി. പിന്നെ മക്കൾക്കൊന്നും സുഖമില്ലേനും, എല്ലാവരും കൊണ്ട് ഹോസ്പിറ്റലിലേനും. അപ്പം അങ്ങനെയെല്ലാം ആയതുകൊണ്ടാണ് വീഡിയോസെല്ലാം ഡിലേ ആയിപ്പോയത്. പിന്നെ പ്രത്യേകിച്ച് കണ്ടൻറ്റൊന്നും ഇല്ലല്ലോ, പിന്നെ അതുകൊണ്ട് പിന്നെ വീഡിയോ എടുക്കാനും വലിയ കണ്ടൻറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ചെയ്യാനും ചെറിയൊരു മടി പോലെ. ഇനിയിതാ ഇതെല്ലാം സോപ്പെല്ലാം ഇട്ട് കഴുകിയതിന് ശേഷം ഒന്ന് തുടച്ചെടുക്കണം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ച് ഇതിങ്ങനെ പുറത്തെടുക്കാൻ പറ്റുമല്ലോ, അപ്പം പുറത്തെടുത്തിട്ട് നമ്മൾ ആ പൈപ്പ് തിരിച്ചിട്ട് അങ്ങനെ വെള്ളമാക്കിയിട്ട് നല്ലോണം വെള്ളം ഒഴിച്ചിട്ട് കഴുകാമെന്ന്, ഇങ്ങനെ തുടച്ചെടുക്കണ്ടല്ലോ. അങ്ങനെ എല്ലാം അയച്ചെടുത്തിട്ടുണ്ട്. ഇതെനിക്ക് അയച്ചെടുക്കുമ്പോൾ ഭയങ്കര പേടിയായിരിക്കും, കാരണം നിലത്ത് വീണ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ പറയണ്ട, അങ്ങനെയായിരിക്കും അവസ്ഥ. അപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ലോണം വൃത്തികേടായിട്ടുണ്ട്. അപ്പം ഞാൻ മക്കളെ പഴയ ഡ്രസ്സ് ഉണ്ടാവില്ലേ, അപ്പം ബനിയൻ്റെ ടൈപ്പ്, അപ്പോൾ ആ ഒരു തുണി വെച്ചിട്ട് ഇങ്ങനെ തുടച്ചെടുക്കലാന്ന്. ഫ്രിഡ്ജിൻ്റെ ഉൾഭാഗമൊന്നും ഇതുപോലെ വെള്ളം ഒഴിച്ച് കഴുകാൻ പറ്റില്ല, അല്ലെങ്കിൽ ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ ക്ലീൻ ചെയ്തെടുക്കാനല്ലേ പറ്റും. പിന്നെ നമ്മൾ എല്ലാവരും യൂസ് ചെയ്യുന്നത് എല്ലാവരും ഇങ്ങനെ ഫ്രിഡ്ജ് എടുക്കലും തുറക്കലെല്ലാം ആയതുകൊണ്ടാണ് ഇത്രയും വൃത്തികേടായിട്ടുള്ളത്. പിന്നെ നമ്മൾ ഒരാൾ മാത്രമല്ല യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ വൃത്തികേടാവില്ലല്ലോ. നമ്മളിവിടെ ഇപ്പം തന്നെ കുട്ടികളെടുത്തിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സ്കൂൾ വിട്ട് വന്നാൽ അവരാദ്യം തുറന്നു നോക്കുക ഫ്രിഡ്ജിലൊന്നും ഇല്ലെങ്കിൽ വെറുതെ ഒന്ന് തുറന്നു നോക്കും. അതുപോലെ തന്നെ ഞാനും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഒന്നും ഇല്ലെങ്കിലും ഞാനും ഇതുപോലെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ തുറന്നു നോക്കിയിട്ടുണ്ട്. അപ്പം അങ്ങനെയല്ലാന്ന് ഇനി ഇത് വേഗം സ്പീഡിലല്ല മെല്ലെ തേച്ച് കൈ എടുക്കട്ട്. കാര്യം ഇത് സ്പീഡിലെല്ലാം ചെയ്യാൻ നിന്നാൽ ഇത് കൈമെന്ന് വീണാൽ പൊട്ടിത്തെറിച്ചു പോകും. പിന്നെ ഉപ്പാൻ്റെ അടുത്ത് നിന്നൊക്കെ നല്ല കലമ്പെല്ലാം കിട്ടും. അതുകൊണ്ട് ഞാൻ മെല്ലനെ എല്ലാം നോക്കി ശ്രദ്ധിച്ചിട്ടാണ് ചെയ്യുന്നത്. പിന്നെ ഞാനിതെല്ലാം ചെയ്യുമ്പോൾ എൻ്റെ മോനും എൻ്റെ കൂടെ തന്നെ ഉണ്ട്. ഓനും ഇങ്ങനെ ഓരോ കാര്യങ്ങളെല്ലാം ഇങ്ങനെ ഓൻ്റെ ഭാഷയിൽ തന്നെ എന്തെല്ലോ പറഞ്ഞുകൊണ്ട് പിന്നെ ഓനെന്തെല്ലോ എടുക്കലും വലിക്കലെല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കിന്ന് കുറച്ച് സാധനമെല്ലാം മേടിച്ച ദിവസമാണ്. അപ്പം അതുകൊണ്ടെല്ലാം കുറച്ച് സാധനമെല്ലാം എടുത്ത് ഒരുക്കി വെക്കാനുണ്ട്. അപ്പം എല്ലാം കൂടി ആകെ ഒരു ജഗവകയായ ദിവസം തന്നെയാണ്. പിന്നെ ഉമ്മ ചോറെല്ലാം വെക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിലാണ് ഞാൻ ഈ പണിയെല്ലാം ചെയ്തു വെക്കുന്നത്. ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കേണ്ട, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലേക്ക് വെക്കേണ്ട സാധനമെല്ലാം ഒന്ന് വെച്ചാൽ തന്നെ നമ്മളെ കുറേ പയ്യാരം നീങ്ങിയ പോലെ ഉണ്ടാവും. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൻ്റെ ഉള്ളെല്ലാം തുടച്ച് വെച്ചില്ല, ഇനി ഒന്നും കൂടി തുടച്ചിട്ട് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. ഫുള്ളും ഡ്രൈ ആക്കി എടുക്കണം, അല്ലെങ്കിൽ നമ്മൾ ഫ്രിഡ്ജ് വേഗം കംപ്ലൈൻ്റ് ആയി പോകും. നമുക്കിവിടെ ആദ്യമൊരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു, നമ്മൾ സാധാരണ നോർമലായിട്ടുള്ള ഒരു ഫ്രിഡ്ജ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻ്റ് ആയിന്, ഒരു 2 വർഷം കൊണ്ട് തന്നെ കംപ്ലൈൻ്റ് ആയിനേനു. അപ്പോൾ അത് നമ്മൾ പുറത്തെല്ലാം എടുത്ത് വെച്ചിട്ടേനു ഇങ്ങനെ കഴുകിയെടുക്കൽ. ഉമ്മ പുറത്തെല്ലാം എടുത്ത് വെച്ചിട്ട് കഴുകിയെടുക്കലുണ്ടേനു. പക്ഷേങ്കിൽ ഇതിപ്പോൾ നമുക്ക് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ നീക്കിയെടുക്കാൻ പോലും ആവില്ല. കുറച്ച് ഹൈറ്റും അതുപോലെ ഡബിൾ ഡോറിലുള്ളതുകൊണ്ട് തന്നെ നമുക്ക് പേടിയാണ് കാര്യം.
കുറച്ച് റേറ്റ് കൂടുതലുള്ള സാധനമല്ലേ ഇത്. അപ്പോൾ അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ നമ്മൾ ആ ഫ്രിഡ്ജിലുള്ള സ്ഥലത്തു നിന്ന് തന്നെ അത് നീക്കാണ്ട് അങ്ങനെ ക്ലീൻ ചെയ്തെടുക്കലാണ് ചെയ്യൽ. അങ്ങനെ ഇത് മൊത്തത്തിൽ ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ താഴത്തെ ആ ഒരു ഭാഗം മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നല്ലോണം ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് ഓരോന്നായിട്ട് എടുത്ത പോലെ അങ്ങ് പെട്ടെന്ന് അങ്ങ് വെക്കാൻ പറ്റില്ല, കുറച്ച് പണികളുണ്ട്. ഇത് ഉള്ളിലേക്ക് ഇങ്ങനെ വെക്കുമ്പോൾ അത് കുറച്ചൊന്ന് ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പം ഞാൻ മെല്ലനെ നോക്കിയിട്ടുള്ള എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി ഉള്ളിയെല്ലാം ഇട്ട് വെക്കാൻ ഈ ഒരു സംഭവം കൂടിയുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ഉള്ളിയെല്ലാം ഇട്ട് വെക്കും. അങ്ങനെ ഉള്ളിയെല്ലാം ഇതിലേക്ക് തന്നെ എടുത്ത് വെക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ നടുക്ക് എൻ്റെ മോനുണ്ട് കേട്ടോ. അപ്പോൾ ഓനെ ആകെ കുലുമാലാക്കുന്നുണ്ട്, അത് വലിച്ച് കൊണ്ടുപോകുന്നുണ്ട്. പിന്നെ അങ്ങനെയല്ലാതെ ഉമ്മേൻ്റെ ഇടയിൽ ഫുഡെല്ലാം ഉണ്ടാക്കുന്നുണ്ട്. ഉച്ചക്ക് ചോറെല്ലാം ഉണ്ടാക്കുന്നുണ്ടേനു. അപ്പം എല്ലാം കൂടി ജഗപൊകയായ ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് പയ്യാരങ്ങളെല്ലാം ഉണ്ട് അടുക്കളയിൽ. അപ്പം അതെല്ലാം കണ്ടാലും നിങ്ങൾ മെയിൻ ചെയ്യണ്ട. അങ്ങനെ നമ്മൾ ഉള്ളി ഇട്ട് വെച്ച് പിന്നെ രണ്ടാമത്തെ ലെയറിൽ ഇതുപോലെ വെളുത്തുള്ളിയും ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ അനിയത്തി ഇല്ലാത്തതുകൊണ്ട് എല്ലാ പണിയും ഞാൻ ഒറ്റയ്ക്ക് തന്നെ ചെയ്യണം. ആദ്യം എന്നല്ല ഓളുണ്ടെങ്കിൽ എല്ലാം കുറച്ചെല്ലാം ഓളും ചെയ്യും, പിന്നെ ഞാൻ ചെയ്യും. ഇതിപ്പോൾ അങ്ങനെയല്ല, എല്ലാം ഞാൻ തന്നെ ചെയ്യണം. അപ്പോൾ ഇങ്ങനെ സാധനം വാങ്ങിച്ച ദിവസം ഇങ്ങനത്തെ കുറച്ച് പയ്യാരങ്ങളുണ്ടാവും. കാര്യം എല്ലാം കഴുകി ബോട്ടിലെല്ലാം കഴുകി അതിൻ്റെ അകത്ത് നമുക്കെല്ലാം സ്റ്റോർ ചെയ്ത് വെക്കേണ്ടതല്ലേ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ഇതുപോലെ കടല ഇങ്ങനെ കുതിർത്തി വെച്ചിട്ട് മുളപ്പിച്ചെടുത്തിട്ടുണ്ടേനു. അങ്ങനെ ഏകദേശം നമ്മളെ ഫ്രിഡ്ജ് സെറ്റാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ബ്രെഡെല്ലാം ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കുക. ബ്രെഡെല്ലാം നമ്മൾ ഫ്രിഡ്ജിൽ തന്നെയാണ് വെക്കൽ. പിന്നെ അതുപോലെ കുറച്ച് പച്ചക്കറിയെല്ലാം ഉണ്ട് പറഞ്ഞിട്ടില്ലേ, അതെല്ലാം ഇതുപോലെ ബോക്സിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ചെറിയ ഉള്ളിയും ബോക്സിലിട്ട് വെക്കും. പിന്നെ തക്കാളി ഈ ലാസ്റ്റത്തെ ഈ ഒരു വെജീസിൻ്റെ മാത്രമായിട്ടുള്ള ഈ ഒരു ഭാഗമില്ലേ, ഇതിൻ്റെ അകത്ത് തക്കാളി മാത്രം വെക്കും. പിന്നെ അതുപോലെ മുട്ട ഉണ്ടെങ്കിലും അപ്പോൾ മുട്ടയും ഫ്രിഡ്ജിൽ തന്നെ കയറ്റി വെക്കും. അപ്പം ഞാൻ ഈ മുട്ടയെല്ലാം എടുത്ത സമയത്ത് മോനൊരു മുട്ടയല്ല 4 മുട്ട പൊട്ടിച്ചിട്ടുണ്ടേനും. 4 മുട്ട ഓനെടുത്തിട്ട് കൈ കൊണ്ട് ഞെക്കി അങ്ങ് പൊട്ടിച്ച്. ഞാനിതെല്ലാം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കുന്ന സമയത്ത് എൻ്റെ ബേക്കിൽ നിന്നിട്ടേനും അതെല്ലാം ചെയ്തതിനൊക്കെ ഉണ്ടാവും. ഒരു മുട്ട ഉണ്ടാവും പൊട്ടിച്ചിട്ട് ഇട്ടിട്ട് അതെല്ലാം വൃത്തിയാക്കാൻ നല്ല പണിയുണ്ട്. അതിൻ്റെ ഇടയിൽ അവൻ പണിയും തരും. അപ്പോൾ അങ്ങനെയല്ലാന്ന്. അപ്പോൾ ഇങ്ങനെ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും അതുപോലെ കേടാവാത്ത നമ്മളെ ഉരുളക്കിഴങ്ങും ബീട്രൂട്ടും എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ഈ ഒരു വീഡിയോ ഇത്രയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. ഇത്രയൊക്കെയല്ല, ഈ ഒരു എന്താണെന്ന് വെച്ചാൽ ഫ്രിഡ്ജ് ക്ലീനിങ് ഇത്രയല്ലേ ഉള്ളൂ. അങ്ങനെ പാലും എല്ലാം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയെല്ലാം സാധനമേ ഉള്ളൂ. നമ്മളെ ഫ്രിഡ്ജിൽ ഇത്രയെല്ലാം ഉണ്ടാവും. അങ്ങനെ കൂടുതൽ സാധനമൊന്നും നമ്മളങ്ങനെ വാങ്ങിച്ച് വെക്കലില്ല. സോസെല്ലാം ഉണ്ടാകലുണ്ട്. സോസും അതുപോലെ നമ്മളെ നെയ്യും ഇതെല്ലാം ഉണ്ടാവും. പിന്നെ അതുപോലെ വേണ്ടാത്ത കുറച്ച് എക്സ്പെൻസീവായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ ഈ ഒരു ചിക്കൻ്റെ മാഗി ക്യൂബ് ഉണ്ടാവും. പിന്നെ അതുപോലെ ഈസ്റ്റ് ഇതെല്ലാം ഉണ്ടാകലുണ്ട്. പിന്നെ മുട്ട അങ്ങനത്തെ സംഭവങ്ങളെല്ലാം ഉണ്ടാവും. പിന്നെ പാലും ഉണ്ടാവും. അതിൽ കൂടുതലായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ. പിന്നെ അങ്ങനെ ഉമ്മ ചോറെല്ലാം ഉണ്ടാക്കി നല്ല തെരണ്ടിക്കറിയാണ് കേട്ടോ. ഇത് തെരണ്ടിക്കറിയാണ്. ഇതിൻ്റെ റെസിപ്പി വീഡിയോ ഞാൻ ഇൻഷാ അല്ലാ ചെയ്യണമെന്നുണ്ട്. ഇത് നല്ല ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. അപ്പം അന്ന് ഈ ഒരു കറിയും അതുപോലെ പരിപ്പ് കറിയും പിന്നെ നമ്മളെ കോവക്ക വറവേനും ഉണ്ടാക്കിയിട്ടുള്ളത്. പരിപ്പ് കറി ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വെക്കൽ. തക്കാളി ഇടും, വേറെ ഒന്നും ചേർക്കില്ല പരിപ്പിൽ. ഉള്ളി ഇട്ടിനാന്നറിയില്ല, ഇട്ടിനെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ പരിപ്പ് കറി ഉണ്ട്. പിന്നെ നമ്മളെ കോവക്ക വറവുണ്ട്. ഇനി ഇതെല്ലാം കൂട്ടിയിട്ടൊന്ന് ചോറ് കഴിക്കട്ടെ. അന്ന് എന്താണെന്നറിയില്ല, കുറച്ചധികം പണിയെടുത്തതുകൊണ്ട് അതൊന്ന് നല്ല വിശപ്പുണ്ടേനും. അപ്പം ഞാനിത് എനക്കും മോനും കൂടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. പക്ഷേ ഓൻ കഴിച്ചിട്ടൊന്നുമില്ല. ഓന് കഴിച്ചിട്ടില്ല. അതിൽ മുന്നേ ഞാൻ എന്തെല്ലോ കൊടുത്തിനേനു, അതുകൊണ്ട് ഓൻ കഴിച്ചിട്ടില്ല. അങ്ങനെ പക്ഷേ ഞാൻ വീഡിയോസില്ലേ കുറച്ച് എടുക്കണമെന്നെല്ലാം വിചാരിച്ചേ. പിന്നെ
എന്തോ മടിയെല്ലാം പിടിച്ചിട്ട് പിന്നെ എടുത്തിട്ടില്ല. പിന്നെ മഴ പെയ്ത് പിന്നെ കുട്ടികൾ സ്കൂളെല്ലാം വിട്ട് വന്നേത്തോണ്ട് എനിക്ക് അങ്ങനെ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഇതാ ചോറെല്ലാം കഴിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. ഇതൊരു സിമ്പിളായിട്ടുള്ളൊരു കുട്ടി വ്ളോഗാണ് കേട്ടോ. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റും കൂടി ചെയ്യുക. പിന്നെ ഇനിയും നല്ലൊരു വീഡിയോ ആയിട്ട് ഇൻഷാ അല്ലാഹ് വേഗം തന്നെ വരാം. അതുവരയ്ക്കും ബൈ.